നിങ്ങൾ സുക്സാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ചെസ് പ്ലെയർ ആയ ബോബി ഫിഷർ സുക്സാങ്ങിനെ പറ്റി പറയുന്നത് ഒരു ഫോഴ്സ് ബാഡ് മൂവ് എന്നാണ്. എന്താണെന്ന് നമുക്ക് വിശദീകരിച്ച് നോക്കാം. ഇവിടെ ബ്ലാക്ക് കളിക്കുന്ന ബ്രില്യൻ മൂവ് റൂക്ക് ടു F3 ആണ്. അപ്പോൾ ഈ മൂവ് ഭയങ്കര ബ്രില്യൻ്റ് ഉള്ളൊരു മൂവാണ്. കാരണം എന്തെന്ന് കഴിഞ്ഞാൽ വൈറ്റിന് ഇവിടെയുള്ള ഓപ്ഷൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ബിഷപ്പിന് മൂവ് ചെയ്യാൻ പറ്റില്ല, കിങ്ങിനും മൂവ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഈ ക്യൂവിനോ റൂക്കിനെ മൂവ് ചെയ്യാം. പക്ഷേ ഈ ഒരു റൂക്ക് F3 എന്ന് പറയുന്ന സാക്രിഫൈസ് റൂക്കിനെ വന്ന് വെട്ടിയെടുത്താൽ എന്ത് സംഭവിക്കും? നേരെ ക്യൂൺ ടു H2 ചെക്ക് മേറ്റ് ആയിരിക്കും. അപ്പോൾ നേരെ റൂക്കിനെ വെട്ടിയെടുക്കുന്ന അബദ്ധമാണെന്ന് വൈറ്റിന് എന്തായാലും അറിയാം. ഇനി ഈ റൂക്ക് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? റൂക്കിനെ വേറെ ഏതെങ്കിലും സ്ക്വയറിലോട്ട് മാറിയാലോ? റൂക്ക് ഈ D1 അതുപോലെ E1 എന്ത് കളിച്ചു കഴിഞ്ഞാലും ബ്ലാക്കിന് ഇവിടെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള റൂക്ക് ടേക്സ് F2 ഉണ്ട്. അപ്പോൾ ഈ ക്യൂൻ മാറിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ ചെക്ക് മേറ്റ് പറ്റും. അപ്പോൾ ഇതിനെ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ചെക്ക് മേറ്റ് സംഭവിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ക്യൂന് മൂവ് ചെയ്യാൻ പറ്റില്ല, റൂക്കിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ക്യൂന് വന്നിട്ട് റൂക്കിനെ വെട്ടിയെടുത്താൽ നേരെ ചെക്ക് മേറ്റ് ആവും. റൂക്ക് അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ F2 പോണിൻ്റെ ഡിഫൻസും പോകും. അപ്പോൾ ആ പോണിനും ക്യൂനിനും റൂക്കിനും കിങ്ങിനും ബിഷപ്പിനും ഒന്നും തന്നെ അവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വൈറ്റിന് ഫോഴ്സ്ഡ് ആയിട്ട് ചില മൂവ്സുകൾ കളിക്കേണ്ട അവസരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വൈറ്റ് ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എന്തെങ്കിലും ഒരു മൂവ് കളിച്ചേ പറ്റൂ. കിങ്ങും ഇതുപോലെ റൂക്കും ക്യൂനും ഒന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായ വൈറ്റ് പോൺ ടു C4 കളിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സുക്സാങ്ങിൻ്റെ പ്രസക്തി വരുന്നത്. ബ്ലാക്ക് ഇവിടെ കളിക്കാവുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മൂവ് കിങ് ടു H6 എന്ന് പറഞ്ഞ മൂവാണ്. അപ്പോൾ ഈ മൂവ് പൊസിഷൻ ഒരുപാടൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ വൈറ്റിനെ കൊണ്ട് ഒരു മൂവ് കളിക്കാൻ ഫോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വൈറ്റിന് എന്തായാലും ഒരു മൂവ് നടത്തണം. നേരത്തെ കണ്ട പോലെ വേറെ ഒരു മൂവ് തന്നെ നടക്കില്ല. ക്യൂൻ മാറിക്കഴിഞ്ഞാൽ നേരെ അവിടെ ചെക്ക് മേറ്റ് സംഭവിക്കും, അല്ലെങ്കിൽ നേരെ ഇവിടെ തോൽവിയിലേക്ക് പോകും. റൂക്കിന് മൂവ് ചെയ്താലും നേരത്തെ അതേ പൊസിഷനിലോട്ട് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിങ് ടു H6 എന്നുള്ള മൂവിന് ശേഷം ഇവിടെ എന്താണ് ഇവിടെ ബ്ലാക്ക് ഇവിടെ വൈറ്റിന് കളിക്കാൻ പറ്റുക? വേണമെങ്കിൽ പോൺ B4 പോവാം, അല്ലെങ്കിൽ പോൺ B3 കളിക്കുക. വേറെ എന്ത് മൂവ് കളിച്ചാലും ഇവിടെ ഒരു മിസ്റ്റേക്കാണ്. പോൺ B3 കളിച്ചു കഴിയുമ്പോഴും എന്താണ് ഇവിടെ ബ്ലാക്ക് ചെയ്യുന്നത്? ബ്ലാക്ക് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു മൂവും കൂടെ വൈറ്റിനെ കൊണ്ട് കളിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സുക്സാങ്ങിൻ്റെ ഒരു മാജിക്ക്. അപ്പോൾ വൈറ്റിനെ കൊണ്ട് ബാഡ് മൂവ്സ് കളിപ്പിക്കുക, ഒരു ഫോഴ്സ് ബാഡ് മൂവ്സ് കളിപ്പിക്കുകയാണ്. കിങ് ടു H7 ശേഷം നേരത്തെ കണ്ട പോലെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇപ്പം തന്നെ വൈറ്റിന് ക്യൂവിനെ റൂക്കിനെയൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെക്ക് മേറ്റും ലൂസിലേക്ക് പോകുന്നത് മനസ്സിലായി. ഓൺലി മൂവ് ചെയ്യാൻ പറ്റുന്നത് പോൺ ടു B4. അപ്പോൾ ഫോഴ്സ്ഡ് ആയിട്ട് ഒരു പോണിനെയും കൂടെയും കൊടുക്കുകയാണ്. ഇവിടെ ജസ്റ്റ് പോൺ ടേക്സ് പോൺ കളിച്ചാൽ മതി. ഇവിടെയും വൈറ്റിന് ഇവിടെ ഗെയിമിൽ നിലനിൽക്കണമെങ്കിൽ ആകെ ഈ ഒരു പോണിനെ വെട്ടിയെടുക്കാൻ കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ എത്ര പോണുകളാണ് താഴേക്ക് റോൾ ചെയ്യുക, വൈറ്റിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതിന് ശേഷം ഇപ്പോൾ വൈറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഫോഴ്സ്ഡ് ആയിട്ട് ഒരു ബാഡ് മൂവ് കളിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പൊസിഷനിൽ ഇപ്പോൾ പുഷ് ചെയ്യാൻ പോണുകൾ പോലും ഇല്ല. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ റൂക്കിനെയൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും റൂക്ക് ടേക്സ് F2. അപ്പോൾ ഇവിടെ വൈറ്റ് കംപ്ലീറ്റ്ലി ലൂസിങ് ആകും, ഇവിടെ ബ്ലാക്ക് ജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് ബോബി ഫിഷർ ഇതിനൊരു ഫോഴ്സ് ബാഡ് മൂവ് ആണ് സുക്സാങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.